എ ശ്രീധരമേനോന്റെ കേരള ചരിത്രം. അധ്യായം 17. ഡച്ചുകാരുടെ അഭ്യുദയവും പതനവും. പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഡച്ചുകാർ. 1663 പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്തതോടുകൂടിയാണ് കേരളത്തിലെ ഡച്ച് കാലഘട്ടം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ കേരളക്കരയുമായുള്ള വാണിജ്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആരായാൻ ഡച്ചുകാർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നു. സാമൂതിരിയുമായി ഉണ്ടായിരുന്ന ആദ്യകാല ബന്ധം. 1592 സ്ഥാപിച്ച ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആദ്യകാല പര്യടനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നല്ല പങ്കുണ്ടായിരുന്നു. ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗന്റെ നേതൃത്വത്തിൽ കമ്പനി ഇന്ത്യയിലേക്ക് ഒരു പര്യടന സംഘത്തെ അയച്ചു. അദ്ദേഹം കോഴിക്കോട്ട് വന്ന് സാമൂതിരിയുമായി 1604 നവംബർ 11 ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യത്തെ കരാറാണ് ഇത്. ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറന്തള്ളാൻ വേണ്ടി ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ചെയ്ത പരസ്പര സഖ്യമായിരുന്നു ഈ കരാറ്. ഇതിൻ പ്രകാരം സാമൂതിരി ഡച്ചുകാർക്ക് കോഴിക്കോട്ട് വാണിജ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും അവരുടെ കച്ചവടക്കാരെ അവിടെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്തു. കാലേക്കൂട്ടി പരസ്പരം ആലോചിക്കാതെ ഇരുകൂട്ടരും പോർച്ചുഗീസുകാരുമായി ധാരണയിലെത്താൻ പാടില്ലെന്നും ഇതിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. 1608 കോഴിക്കോട് സന്ദർശിച്ച അഡ്മിറൽ വെർഹോഫ് 1604 വ്യവസ്ഥകൾ ആവർത്തിച്ചുകൊണ്ട് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കി. ഈ അവസരത്തിൽ സാമൂതിരി ഡച്ചുകാർക്ക് തൻ്റെ രാജ്യത്ത് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉറപ്പ് കൊടുക്കുകയും ചരക്കുകൾ ശേഖരിച്ചു വയ്ക്കാൻ ഒരു വലിയ പണ്ടകശാല കോഴിക്കോട്ട് അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. 1610 3 ഡച്ച് കപ്പലുകൾ കോഴിക്കോട്ടെത്തി. അപ്പോഴും ഇരു ശക്തികളും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇതനുസരിച്ച് ഡച്ചുകാർ കോഴിക്കോട്ടെ അവരുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും 2% ചുങ്കമായി സാമൂതിരിക്ക് നൽകാമെന്ന് സമ്മതിച്ചു. പോർച്ചുഗീസുകാരെ എതിർക്കുന്ന കാര്യത്തിൽ ഇരുകൂട്ടരും ഒന്നിക്കുകയും ചെയ്തു. 1616 കോഴിക്കോട്ട് വന്ന് സാമൂതിരിയെ സന്ദർശിച്ച വാർഡൻ ബ്രൂക്ക് കേരളക്കരയിൽ നിന്ന് പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കാൻ ഏതദ്ദേശീയ രാജാക്കന്മാരുമായൊരു സഖ്യമുണ്ടാക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് സത്വര ഫലമൊന്നും ഉണ്ടായില്ല. 1619 ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിൽ ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരായി ഒന്നുചേർന്ന് ഒരാക്രമണം നടത്താനുള്ള കരാറിൽ ഏർപ്പെട്ടു. അതനുസരിച്ച് മലബാർ തീരത്തുള്ള പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഉപരോധിക്കാൻ അവർ 1621 ഒരു സംയുക്ത നാവിക സൈന്യത്തെ നിയോഗിച്ചു. അംബോയിന കൂട്ടക്കൊല കൊണ്ട് കുപ്രസിദ്ധനായ വാൻസ്പ്യൂൽത്ത് ചേറ്റുവ വച്ച് 1625 ഡിസംബറിൽ സാമൂതിരിയെ സന്ദർശിച്ചതിൻ്റെ ഫലമായി സാമൂതിരി തൻ്റെ രാജ്യത്ത് ഒരു ഫാക്ടറി നിർമ്മിക്കാൻ ഡച്ചുകാർക്ക് അനുവാദം നൽകുകയും പ്രതിവർഷം 3000 കണ്ടി കുരുമുളക് ഡച്ചുകാർക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് ഏൽക്കുകയും ഉണ്ടായി. ഇങ്ങനെ മലബാറിൽ പോർച്ചുഗീസുകാരുടെ നില അനുക്രമം ഇടിഞ്ഞുകൊണ്ടിരുന്ന 17-ാം ശതകത്തിൻ്റെ ആദ്യ ദശകങ്ങളിൽ കേരളക്കരയിലെ പോർച്ചുഗീസ് വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയായി ഡച്ചുകാർ ഉയർന്നു വന്നു. പുറക്കാട്ടും കായംകുളവുമായി ഉണ്ടായിരുന്ന ബന്ധം. ഡച്ചുകാർ ക്രമേണ തങ്ങളുടെ ശ്രദ്ധ ഉത്തര കേരളത്തിൽ നിന്ന് മധ്യ കേരളത്തിലേക്ക് തിരിച്ചുവിട്ടു. അവർ മധ്യ കേരളത്തിലെ ചെറിയ നാടുവാഴികളുമായി കരാറുകൾ ഉണ്ടാക്കി. കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശേഖരണത്തെ സംബന്ധിച്ച് 1642 മെയ്യിൽ ചെമ്പകശ്ശേരി പുറക്കാട് രാജാവുമായി അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി. പുറക്കാട് ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള അനുവാദവും ഡച്ചുകാർക്ക് കിട്ടി. അവർ 1643 പുറക്കാട്ടെയും കായംകുളത്തെയും രാജാക്കന്മാരുമായി ഒരു പുതിയ ഉടമ്പടികളിൽ ഏർപ്പെട്ടു. പ്രസ്തുത രാജാക്കന്മാർ പഞ്ഞി, ഇരുമ്പ്, തകരം, കറുപ്പ്, ചന്ദനത്തടി മുതലായ സാധനങ്ങൾ ഡച്ചുകാരിൽ നിന്ന് വാങ്ങി. പകരം തങ്ങളുടെ നാട്ടിലെ കുരുമുളക് അവർക്ക് കൊടുത്തുകൊള്ളാമെന്ന് ഏറ്റു. യൂറോപ്പിലെ ഇതര ശക്തികളുമായി യാതൊരു ഇടപാടും നടത്തുകയില്ലെന്നും അവർ സമ്മതിച്ചു. ഈ ഉടമ്പടികളെ തുടർന്ന് അടുത്ത വർഷങ്ങളിൽ ഡച്ച് കപ്പലുകൾ പുറക്കാട്ടും കായംകുളത്തും അടുത്ത് ചരക്കുകൾ കയറ്റി.
1650 ഡച്ച് ഗവൺമെന്റ് കായംകുളം രാജാവിന് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു പാരിതോഷികം എത്തിക്കുകയും കായംകുളത്ത് പണ്ടകശാല കെട്ടാൻ അനുവാദം നേടുകയും ചെയ്തു. കേരളത്തിലെ ചെറുകിട ശക്തികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു ഡച്ചുകാരുടെ അടിസ്ഥാന നയം. ഈ നയം പ്രാവർത്തികമാക്കാനാണ് അവർ പുറക്കാട്ടെയും കായംകുളത്തെയും രാജാക്കന്മാരുമായി ഉടമ്പടികൾ ഉണ്ടാക്കിയത്. ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുക്കുന്നു. 1658 പോർച്ചുഗീസുകാർ അടിക്കടി ക്ഷയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ സ്ഥാനത്ത് ഒരു മികച്ച യൂറോപ്യൻ ശക്തി എന്ന നിലയ്ക്ക് കേരളക്കരയിൽ പ്രാബല്യം നേടാമെന്നും ഇവിടുത്തെ രാഷ്ട്രീയ ശൂന്യത നികത്താമെന്നും ഡച്ചുകാർ സ്വപ്നം കണ്ടു. 1658 1659 കാലത്ത് ഡച്ച് അഡ്മിറൽ വാൻ ഗൂൺസ് ശ്രീലങ്കയിൽ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിലിരുന്ന കൊളംബോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പിടിച്ചടക്കുകയും അവരെ കേരളത്തിൽ നിന്ന് ബഹിഷ്കരിക്കാനുള്ള സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കൊല്ലമായിരുന്നു ഡച്ചുകാരുടെ ആദ്യ ലക്ഷ്യം. അഡ്മിറൽ വാൻ ഗൂൺസ് 1658 ഡിസംബർ 29 പോർച്ചുഗീസുകാരുടെ കൊല്ലം കോട്ട പിടിച്ചെടുത്തു. 1659 ജനുവരി 7 അദ്ദേഹം കൊല്ലം റാണിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഈ ഉടമ്പടി പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും വസ്തുവകകളും റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തു. രണ്ട് ശക്തികളും തമ്മിൽ ഒരു പ്രതിരോധ സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതനുസരിച്ച് കൊല്ലത്തെ സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവട കുത്തകയും ഡച്ചുകാർക്ക് കിട്ടി. വാൻ ഗൂൺസ് കൊല്ലത്തുനിന്ന് പോയപ്പോൾ അവിടെ ഡച്ചുകാരുടെ നില ദുർബലമായി. കൊല്ലത്തുണ്ടായിരുന്ന ഡച്ച് സൈന്യ വിഭാഗം പോർച്ചുഗീസുകാരുടെ ഭാരിച്ച സമ്മർദ്ദത്തിൽപ്പെട്ട് 1659 ഏപ്രിലിൽ അവിടെ നിന്ന് പിൻവാങ്ങി. വാൻ ഗൂൺസ് മറ്റൊരാക്രമണം നടത്തി 1661 ഡിസംബറിൽ കൊല്ലം തിരിച്ചുപിടിച്ചു. അനന്തരം ഡച്ചുകാർ കൊല്ലവുമായും തിരുവിതാംകോടുമായും വെവ്വേറെ ഉടമ്പടികൾ ഉണ്ടാക്കി. കൊല്ലവുമായി 1662 മാർച്ചിൽ ഉണ്ടാക്കിയ ഉടമ്പടിയിൽ 1659 വ്യവസ്ഥകൾ ആവർത്തിച്ചിരുന്നു. കൊല്ലം നഗരത്തിലെ നിയമസമാധാനത്തിന്റെ ഏർപ്പാടുകളും അതിൽ ഉൾക്കൊള്ളിച്ച അതേ മാസത്തിൽ തിരുവിതാംകോടുമായി എഴുതി പിടിപ്പിച്ച ഉടമ്പടിയിൽ രാജ്യത്ത് നിന്ന് പോർച്ചുഗീസുകാരെ പുറന്തള്ളുന്നതിനെക്കുറിച്ചും കുരുമുളക് കച്ചവടത്തിൽ ഡച്ചുകാരുടെ കുത്തകയെക്കുറിച്ചും പ്രത്യേകം പറഞ്ഞിരുന്നു. ഡച്ചുകാർ കൊച്ചി പിടിക്കുന്നു. 1663 കേരളത്തിൽ ഡച്ചുകാർ പ്രാബല്യം നേടിയതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന സംഭവമാണ് 1663 അവർ കൊച്ചി പിടിച്ചത്. കൊച്ചി രാജകുടുംബത്തിലുണ്ടായ ആഭ്യന്തര സമരം ഡച്ചുകാർക്ക് ഒരു പഴുതുണ്ടാക്കി കൊടുത്തു. ഇളയ താവഴിയിലെ ഒരു രാജാവ് പോർച്ചുഗീസുകാരുടെ സഹായത്തോടുകൂടി മൂത്ത താവഴിയിൽ നിന്ന് രാജ്യാവകാശം ബലാത്കാരേണ പിടിച്ചെടുത്തു. മൂത്ത താവഴിയിലെ രാജാവ് പാലിയത്തച്ഛന്റെ നിർദ്ദേശപ്രകാരം നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു കിട്ടാൻ കൊളംബിൽ ചെന്ന് ഡച്ചുകാരുടെ സഹായം തേടി. കൊച്ചിയിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ സജീവമായി ഇടപെടാൻ ഡച്ചുകാർ തീരുമാനിച്ചു. സാമൂതിരിയുടെയും പാലിയത്തച്ഛന്റെയും വടക്കുംകൂറിലെയും തെക്കുംകൂറിലെയും രാജാക്കന്മാരുടെയും സൗഹൃദ മനോഭാവത്തിൽ നിന്ന് ധൈര്യമാർജിച്ച ഡച്ചുകാർ മൂത്ത താവഴിയിലെ രാജാവിനനുകൂലമായി ഈ മത്സരത്തിൽ ഇടപെട്ടു. അഡ്മിറൽ വാൻ ഡെർ മെയ്ഡന്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് നാവിക സൈന്യം 1661 വൈപ്പിൻകരയിലുള്ള പള്ളിപ്പുറം കോട്ട ആയക്കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത് സാമൂതിരിക്ക് കൊടുത്തു. ഡച്ചുകാർ 1662 കൊടുങ്ങല്ലൂരിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കി. ആ സ്ഥലം കൊടുങ്ങല്ലൂർ രാജാവിന് നൽകി. അനന്തരം വൈപ്പ് ദ്വീപിൽ പ്രവേശിച്ച് ഡച്ച് സൈന്യം കൊച്ചി ആക്രമിച്ചു. ഡച്ചുകാരെ അവരുടെ ആക്രമണങ്ങളിൽ സഹായിക്കാൻ സാമൂതിരിയും എളങ്ങുന്നപ്പുഴ വന്നു ചേർന്നു. വാൻ ഗൂൺസിന്റെ നേതൃത്വത്തിലായിരുന്ന ഡച്ച് സൈന്യം വൈകാതെ കൊച്ചി രാജാവിന്റെ മട്ടാഞ്ചേരി കൊട്ടാരം വളഞ്ഞു. ഉഗ്രമായ ഒരു യുദ്ധമായിരുന്നു കൊട്ടാരത്തിന്റെ മുൻപിൽ നടന്നത്. ഒട്ടേറെ ഡച്ച് പടയാളികൾ വധിക്കപ്പെട്ടെങ്കിലും ഭീമമായ നഷ്ടത്തോടെ കൊച്ചി സൈന്യത്തിന് പിന്മാറേണ്ടി വന്നു. കൊച്ചി രാജാവും 2 ഇളമുറ രാജാക്കന്മാരും മന്ത്രിമാരിൽ അധികം പേരും ആ യുദ്ധത്തിൽ മരിച്ചു. മാളിക മുകളിൽ നിന്ന് ഈ യുദ്ധം കാണുകയായിരുന്ന റാണി ഗംഗാധര ലക്ഷ്മിയെ അന്ന് ഒരു സാധാരണ ഡച്ച് ഭടനായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് തടവിലാക്കി. മൂത്ത താവഴിയിലെ രാജാവിനെ കൊച്ചിയിലെ ഭരണാധികാരിയായി അംഗീകരിച്ചു കൊള്ളാമെന്ന് റാണിയെ കൊണ്ട് വാൻ ഗൂൺസ് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു.
കൊച്ചിയിലെ മൂത്ത താവഴി രാജാവിന്റെ വിജയം പോർച്ചുഗീസുകാർക്ക് ഏറ്റ ഒരു ഊക്കൻ പ്രഹരമായിരുന്നു. ഡച്ചുകാർ 3 ഭാഗങ്ങളിലൂടെ പോർച്ചുഗീസ് കൊച്ചിയിൽ പ്രവേശിച്ചു. കൊച്ചി കോട്ടയുടെ ആക്രമണം ഏതാണ്ട് 2 മാസം നീണ്ടു. പുറക്കാട്ടുണ്ടായിരുന്ന പോർച്ചുഗീസുകാർ അയച്ചുകൊടുത്ത പോഷകസേന വന്നു ചേർന്നപ്പോൾ 1662 മാർച്ചിൽ ഡച്ചുകാർക്ക് രംഗത്ത് നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. പക്ഷേ 1662 ഡിസംബറിൽ ഒരു ഡച്ച് നാവിക സൈന്യം ആകസ്മികമായും അതിരൂക്ഷവുമായ ഒരാക്രമണത്താൽ കോട്ട പിടിച്ചെടുക്കാൻ ഉറച്ചുകൊണ്ട് കൊച്ചിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പോർച്ചുഗീസുകാർ കൊച്ചി രാജകുടുംബത്തിൽ അവർക്കുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെയും പുറക്കാട്ട് രാജാവിൻ്റെയും പിന്തുണയോടുകൂടി തീവ്രമായി എതിർത്തു. എന്നാൽ ഇതിനിടയിൽ ഡച്ചുകാർ അഞ്ചിക്കൈമൾമാരുടെ സഹായത്തോടെ എറണാകുളം നഗരത്തിലെ പ്രബലമായ പോർച്ചുഗീസ് സങ്കേതം പിടിച്ചെടുക്കുകയും കൊച്ചിയിൽ വളയപ്പെട്ടിരുന്ന പോർച്ചുഗീസ് സൈന്യത്തിന് ആയുധവും ഭക്ഷണവും എത്തിക്കേണ്ട മാർഗങ്ങൾ ഛേദിക്കുകയും ചെയ്തു. ഏറെ കഴിയുന്നതിന് മുൻപ് ഡച്ചുകാർ മൂത്ത താവഴി രാജാവായ വീരകേരളവർമ്മയുടെയും പാലിയത്തച്ഛൻ്റെയും സഹായത്തോടുകൂടി കൊച്ചി കോട്ട ആക്രമിച്ചു. 8 രാവും പകലും നീണ്ടുനിന്ന ഈ ആക്രമണം 9ാമത്തെ ദിവസം 1663 ജനുവരി 6-ാം തീയതി കൊച്ചി ഡച്ചുകാർക്ക് അധീനമായി. മൂത്ത താവഴിയിലേക്ക് ചാഴൂർ നിന്ന് ദത്തെടുത്ത വീരകേരളവർമ്മയെ ഡച്ചുകാർ കൊച്ചിയുടെ ഭരണാധികാരിയായി വാഴിക്കുകയും 1663 മാർച്ച് 20-ാം തീയതി അദ്ദേഹവുമായി ഒരു കരാർ ഉണ്ടാക്കുകയും ചെയ്തു. ഡച്ചുകാരുടെ പരമാധികാരം അംഗീകരിച്ച കൊച്ചി രാജാവ് രാജ്യത്തുണ്ടാകുന്ന മുഴുവൻ കറുവാപ്പട്ടയും കുരുമുളകും ഡച്ചുകാർക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് ഏറ്റു. ഈ ഉടമ്പടിയിലെ വ്യവസ്ഥയനുസരിച്ച് കൊച്ചി നഗരത്തിലും കൊച്ചിയിലെ തീരപ്രദേശങ്ങളിലും താമസിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും ഡച്ചുകാരുടെ സംരക്ഷണയിലായി. ജസ്യൂട്ടുകളും അല്ലാത്തവരുമായ എല്ലാ കത്തോലിക്ക പുരോഹിതന്മാരെയും രാജാവ് കൊച്ചിയിൽ നിന്ന് ബഹിഷ്കരിക്കണമെന്നും ഈ ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു. കൊച്ചി രാജാവിനെ ഡച്ചുകാരുടെ കയ്യിലെ ഒരു കളിപ്പാവയാക്കി തീർത്ത ഈ ഉടമ്പടി കേരളക്കരയിൽ ഡച്ച് ആധിപത്യത്തിന്റെ ഒരു പുതിയ കാലഘട്ടം ഉദ്ഘാടനം ചെയ്തു. ഡച്ചുകാർ ഉണ്ടാക്കിയ ഉടമ്പടികൾ. ഡച്ചുകാർക്ക് കൊച്ചിയിൽ കൈവന്ന വിജയം അവരുടെ പദവി ഉയർത്തുകയും അവരുടെ സംരക്ഷണം സ്വീകരിക്കാൻ പല പ്രാദേശിക ശക്തികളെയും പ്രേരിപ്പിക്കുകയും ചെയ്തു. പുറക്കാട്, പറവൂർ, ആലങ്ങാട്, ഇടപ്പള്ളി എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ 1663 ഡച്ചുകാരുമായി ഉടമ്പടി ഉണ്ടാക്കി അവരുടെ മേൽക്കോയ്മ സ്വീകരിച്ചു. തങ്ങളുടെ രാജ്യങ്ങളിൽ കച്ചവടത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഡച്ചുകാർ 1663 ഫെബ്രുവരിയിൽ പോർച്ചുഗീസുകാരിൽ നിന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു. 1663 മാർച്ച് 20-ാം തീയതി അവർ കോലത്തിരിയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അതിൽ മറ്റ് പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ കണ്ണൂർ പട്ടണം ഡച്ചുകാർക്ക് വിട്ടുകൊടുക്കണമെന്നും പോർച്ചുഗീസ് വൈദികന്മാരെ അവിടെ നിന്ന് ബഹിഷ്കരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു. 1664 ജൂലൈ മാസത്തിലുണ്ടാക്കിയ പുതിയ ഉടമ്പടി പ്രകാരം കണ്ണൂരിലെ കുരുമുളക് കച്ചവടത്തിന്റെ കുത്തക ഡച്ചുകാർക്ക് കിട്ടി. അവർ 1664 കണ്ണൂരെ ആലി രാജാവുമായി വെവ്വേറെ 2 ഉടമ്പടികൾ ഉണ്ടാക്കുകയും അവയനുസരിച്ച് ആലി രാജാവ് കയറ്റുമതി ചെയ്യുന്ന കുരുമുളകിന്റെയും ഏലത്തിന്റെയും അളവ് ക്ലിപ്തപ്പെടുത്തുകയും ചെയ്തു. 1664 ക്യാപ്റ്റൻ ന്യൂ ഹോഫ് ദക്ഷിണ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും നാടുവാഴികളെ സന്ദർശിച്ച് അവിടങ്ങളിലെ ഡച്ചുകാരുടെ നില ശക്തിപ്പെടുത്തുകയുണ്ടായി. കായംകുളം, പുറക്കാട്, മാർത്ത, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികൾ 1664 അദ്ദേഹവുമായി ഒരു ഉടമ്പടികൾ ഉണ്ടാക്കി. അതാത് രാജ്യങ്ങളിൽ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തകയും മറ്റ് വാണിജ്യ ആവശ്യങ്ങളും ഡച്ചുകാർക്ക് നൽകി. ഡച്ചുകാർ കൊച്ചിയോട് കൈക്കൊണ്ട നയം. 1673 കൊച്ചിയിലെ കമാൻഡിയറായി ഹെൻറിക് വാൻഡ്രീഡ് വന്നത് ഡച്ച് ശക്തിയുടെ വികാസത്തിൽ ഒരു വ്യതിയാനത്തിന്റെ ആരംഭമായിരുന്നു. ഏതദ്ദേശീയ ശക്തികളെ ഡച്ചുകാരുടെ ഫലപ്രദമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള സുനിശ്ചിതമായ ഒരു നയത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. ഡച്ചുകാർ കൊച്ചി രാജകുടുംബത്തിലെ മൂത്തമുറ രാജാക്കന്മാരുമായും പാലിയത്തച്ഛനുമായും 1673 ഫെബ്രുവരിയിൽ ഉണ്ടാക്കിയ ഉടമ്പടി കൊച്ചിയുടെ സിംഹാസനാവകാശം മൂത്ത താവഴിയിലെയും
ചാഴൂർ താവഴിയിലെയും അംഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും കൊച്ചി രാജ്യത്തെ ഡച്ചുകാരുടെ സുശക്തമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്തു. 1674 സെപ്റ്റംബറിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയിൽ ഡച്ചുകാർ നിയമിക്കുന്ന ഗുമസ്തന്മാരെ കൊണ്ട് വേണം കൊച്ചി രാജാവ് അദ്ദേഹത്തിന്റെ കണക്കുകൾ എഴുതിക്കുക എന്ന വ്യവസ്ഥ ചെയ്തു. കൊച്ചി രാജാവും 4 ഇളമുറ രാജാക്കന്മാരും ഡച്ചുകാരുടെ പക്കൽ നിന്ന് ജീവിതബത്ത പറ്റിക്കൊള്ളണമെന്നും നിർദ്ദേശിച്ചിരുന്നു. 1674 ഡിസംബറിൽ ഡച്ചുകാർ കൊച്ചിയിലെ നായർ പ്രമാണികളുമായി ഒരു കരാറുണ്ടാക്കി. അവരുടെ പരിപൂർണ വിധേയത്വം ഉറപ്പുവരുത്തി. 1674 ഉടമ്പടി വ്യവസ്ഥ കൊച്ചി രാജകുടുംബത്തിൽ ഗുരുതരമായ അസ്വാസ്ഥ്യം ജനിപ്പിക്കുകയും പല ഇളമുറ രാജാക്കന്മാരും കലാപത്തിനൊരുമ്പെടുകയും ചെയ്തു. രാജാവ് സുരക്ഷിതത്വം കരുതി കൊട്ടാരം വിട്ട് ഉൾനാട്ടിലേക്ക് പോയി. ഡച്ച് കമാൻഡിയർ മാർട്ടിൻ ഹ്യൂസ്മാൻ ഈ അഭിപ്രായ സംഘട്ടനത്തിൽ ഇടപെട്ട് 1678 മെയ്യിൽ രാജാവിന് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്മേലുള്ള ആധിപത്യം പ്രഖ്യാപിക്കുകയും രാജ്യകാര്യങ്ങളിൽ കൊച്ചി രാജകുടുംബത്തിലെ ഇളമുറ രാജാക്കന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുകയുമുണ്ടായി. ഡച്ചുകാരുടെ ആശ്രിതനായ പാലിയത്തച്ഛൻ രാജാവിന് വേണ്ടി രാജ്യകാര്യങ്ങൾ നോക്കിക്കൊള്ളണമെന്ന് ഉടമ്പടിയിൽ ഏർപ്പാട് ചെയ്തു. കൊച്ചി രാജാവിനെ വെറുമൊരു പൂജ്യമാക്കുകയും അങ്ങനെ കൊച്ചി രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരം ഡച്ച് കമ്പനിയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡച്ച് പ്രതിനിധിയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നിടത്തോളം ഈ ഉടമ്പടി ഡച്ചുകാരുടെ വിജയമായിരുന്നു. അധികം വൈകാതെ ഡച്ചുകാരുടെ സംരക്ഷണത്തിൽ കൊച്ചി രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ പാലിയത്തച്ഛന് ഏറ്റവും പ്രമുഖമായ പദവി കിട്ടി. 1681 മെയ്യിൽ ഡച്ചുകാരും കൊച്ചി രാജാവും തമ്മിൽ വീണ്ടും ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇതനുസരിച്ച് ഒരു ഡച്ച് ഉദ്യോഗസ്ഥനെ രാജാവിന്റെ മന്ത്രിയായും ഡച്ചുകാരുടെ കീഴിൽ ജോലി നോക്കിയിരുന്ന ഒരു കൊങ്ങിണി ബ്രാഹ്മണനെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായും നിയമിച്ചു. മേൽപ്പറഞ്ഞ ഡച്ച് ഉദ്യോഗസ്ഥന്റെ ഉപദേശം അനുസരിച്ച് വേണമായിരുന്നു പാലിയത്തച്ഛൻ രാജ്യകാര്യങ്ങൾ നോക്കേണ്ടത്. അനന്തരാവകാശിക്ക് പ്രായപൂർത്തിയാകും മുൻപ് പാലിയത്തച്ഛൻ മരിച്ചപ്പോൾ അവകാശിയുടെ പ്രതിനിധി എന്ന നിലയിൽ കാര്യങ്ങൾ നോക്കാൻ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായി ഡച്ചുകാർ ഹെൻറിക് റീൻസിനെ നിയമിച്ചു. വെട്ടം യുദ്ധം. സാമൂതിരി ഡച്ചുകാരൊത്ത് പോർച്ചുഗീസുകാർക്കും അവരുടെ ബന്ധുക്കൾക്കുമെതിരായി കൊച്ചിയിലെ മൂത്ത താവഴിക്ക് വേണ്ടി സമരം ചെയ്ത ഡച്ച് കാലഘട്ടത്തിൽ പോലും അദ്ദേഹവും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിരുന്നില്ല. സാമൂതിരി മുൻപ് കൊച്ചി ആക്രമിച്ചപ്പോൾ പിടിച്ചെടുത്ത മാപ്രാണം, ആറാട്ടുപുഴ, ഊരകം എന്നീ സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കാൻ കൊച്ചി രാജാവായ വീരകേരളവർമ്മ ആവശ്യപ്പെട്ടു. സാമൂതിരി വിസമ്മതിക്കുകയാൽ കൊച്ചി രാജാവിന് രസക്ഷയമുണ്ടായി. ആ സ്ഥലങ്ങൾ തിരിച്ചു കിട്ടാൻ സഹായിക്കണമെന്ന് അദ്ദേഹം ഡച്ചുകാരോട് അപേക്ഷിച്ചു. അവർ ഈ മത്സരത്തിൽ ഇടപെട്ടതേയില്ല. 1689 കൊച്ചി രാജകുടുംബത്തിലേക്ക് ചാഴൂർ ശാഖയിൽ നിന്ന് ഏതാനും അംഗങ്ങളെ ദത്തെടുക്കാൻ വീരകേരളവർമ്മ തീരുമാനിച്ചു. ഡച്ചുകാരും പാലിയത്തച്ഛനും ഈ തീരുമാനത്തിന് അനുകൂലികളായിരുന്നു. എന്നാൽ പറവൂർ, മങ്ങാട്, കരപ്പുറം മുതലായ കൊച്ചിയുടെ സാമന്ത രാജ്യങ്ങളിലെ ഭരണാധിപന്മാർക്ക് വെട്ടത്ത് നാട്ടിൽ നിന്ന് ദത്തെടുക്കണമെന്നായിരുന്നു അഭിപ്രായം. ഇതിന്മേൽ അവർ 1691 യുദ്ധം തുടങ്ങി. ഡച്ച് സൈന്യം ഭരണി തിരുനാൾ മാനവിക്രമൻ സാമൂതിരിയുടെയും മങ്ങാട്ടച്ഛന്റെയും പിന്തുണയോടുകൂടി വെട്ടത്ത് കക്ഷിയെ എതിർത്തു. ഡച്ച് പട്ടാളം അവരെ ആലുവായിൽ വെച്ച് തോൽപ്പിക്കുകയും ആലങ്ങാട്ടെയും പറവൂരെയും സമൃദ്ധമായ നാടുകൾ കൊള്ളയടിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിച്ചപ്പോൾ ഡച്ചുകാർ ചേറ്റുവ പ്രദേശം സാമൂതിരിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹവുമായി ഒരു വാണിജ്യ സന്ധി ഉണ്ടാക്കി. കേരളത്തിൽ വിദേശ ശക്തികളുടെ വരവ് തുടങ്ങിയതിന് ശേഷം കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരനായകൻ എന്ന പരമ്പരാഗതമായ പദവിയിൽ നിന്ന് പിന്മാറി വൈദേശികാധിപത്യത്തിനെതിരായ രാജകീയ പ്രക്ഷോഭണത്തെ അടിച്ചമർത്താൻ ഒരു വിദേശ ശക്തിയുമായി സാമൂതിരി സഖ്യം ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. ഡച്ചുകാർ ചേറ്റുവ പിടിച്ചടക്കുന്നു. സംഭവഗതിയിൽ കൊച്ചി രാജാവ് നിരാശനായി. കൊച്ചിയുടെയും കോഴിക്കോടിന്റെയും സൈന്യങ്ങൾ തമ്മിൽ കൂടെ കൂടെ നടന്നുകൊണ്ടിരുന്ന സംഘട്ടനങ്ങൾ അവസാനം രാമവർമ്മ 1701 1721 ഭരണകാലത്ത് 1701 ഒരു തുറന്ന യുദ്ധത്തിൽ കലാശിച്ചു. സാമൂതിരി ഇരിങ്ങാലക്കുട ആക്രമിച്ചെങ്കിലും ചേറ്റുവായ്ക്കപ്പുറം ഓടിക്കപ്പെട്ടു. ഡച്ചുകാർ നിഷ്പക്ഷതാ നയം മതിയാക്കി ഇപ്പോൾ കൊച്ചിയുടെ ഭാഗം ചേർന്ന് യുദ്ധം ചെയ്തു.
കൊച്ചിയും കോഴിക്കോടും തമ്മിലുണ്ടായ ഈ യുദ്ധം നിർണായക ഫലമന്യേ 9 വർഷം തുടർന്നു. 1710 സന്ധി പ്രകാരമാണ് യുദ്ധം അവസാനിച്ചത്. ഈ സന്ധി കൊണ്ട് ഡച്ചുകാർക്ക് ചേറ്റുവായും പാപ്പിനിവട്ടവും സ്വന്തമായി. നേരത്തെ സാമൂതിരി പിടിച്ചടക്കിയിരുന്ന പ്രദേശങ്ങളിൽ ഏറിയ ഭാഗവും കൊച്ചിക്ക് തിരിച്ചു കിട്ടി. ചേറ്റുവ നഷ്ടപ്പെട്ടത് സാമൂതിരിക്കേറ്റ ഒരു തീക്ഷ്ണാഘാതമായിരുന്നു. മേലിൽ ഉണ്ടാകാനിടയുള്ള സാമൂതിരിയുടെ നുഴഞ്ഞുകയറ്റം തടയാൻ ഡച്ചുകാർ 1714 ചേറ്റുവായിൽ ഒരു കോട്ട കെട്ടി. ഇത് സാമൂതിരിയെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള പുറപ്പാടായി. തലശ്ശേരിയിലുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരുടെ പ്രോത്സാഹനവും പിന്തുണയും സാമൂതിരിക്കുണ്ടായിരുന്നു. അദ്ദേഹം ഗുരുതരമായ എതിർപ്പുകളൊന്നും നേരിടാതെ തന്നെ 1715 ചേറ്റുവ തിരിച്ചുപിടിച്ചു. ആ സ്ഥലം വീണ്ടെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ പരാജയത്തിലാണ് അവസാനിച്ചത്. ഇതിനിടയ്ക്ക് സാമൂതിരി ഡച്ചുകാരിൽ നിന്ന് പാപ്പിനിവട്ടവും സ്വന്തമാക്കി. വിട്ടുപോയ പ്രദേശങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ ഡച്ചുകാർ 1716 കൊച്ചി രാജാവിൻ്റെ സഹായത്തോടുകൂടി പുതിയ യത്നങ്ങളിൽ ഏർപ്പെട്ടു. അവർ അടുത്തടുത്ത് പാപ്പിനിവട്ടവും ചേറ്റുവായും കൈവശപ്പെടുത്തി. അതുവരെ അധികാരം പുലർത്തിയിരുന്ന ആ കൊച്ചി പ്രദേശങ്ങളിൽ നിന്ന് സാമൂതിരി പിൻവാങ്ങി. ഇരുഭാഗക്കാരും ശത്രുതയ്ക്ക് ഒരു അവസാനം കാണാൻ തിടുക്കം കൊള്ളുകയായിരുന്നു. 1718 ഫെബ്രുവരിയിൽ ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ സന്ധി ചെയ്തു. ഈ സന്ധി പ്രകാരം സാമൂതിരി ചേറ്റുവ ദ്വീപും കൊച്ചിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന മറ്റ് ദേശങ്ങളും ഡച്ചുകാർക്ക് ഔപചാരികമായി വിട്ടുകൊടുത്തു. കമ്പനിക്കാർക്ക് യുദ്ധത്തിന് നഷ്ടപരിഹാരം കൊടുക്കാമെന്നും കൊച്ചി രാജാവുമായി സമാധാനത്തിൽ കഴിഞ്ഞുകൊള്ളാമെന്നും അദ്ദേഹം സമ്മതിച്ചു. ഡച്ചുകാർ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു. ഡച്ചുകാർക്ക് ചേറ്റുവായിൽ സാമൂതിരിയുടെ വിജയത്തെ തുടർന്ന് കേരളത്തിൽ തങ്ങളുടെ സർവ്വാധിപത്യം സുസ്ഥാപിതമാകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അവർ സ്വപ്നം കാണാൻ തുടങ്ങി. അന്നോളം അവരുടെ രാഷ്ട്രീയമായ സ്വാധീനവും ശക്തിയും കൊച്ചിയിലും അയൽപ്പക്കങ്ങളിലെ ചില കൊച്ചു നാടുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. സാമൂതിരിയുമായുള്ള യുദ്ധം അവസാനിച്ച മാത്രയിൽ ഡച്ചുകാർ പുറക്കാട്, കായംകുളം, കരപ്പുറം, കൊല്ലം എന്നിവിടങ്ങളിലേക്ക് കേരളക്കരയിൽ തങ്ങൾക്ക് പുതുതായി കൈവന്ന പ്രമുഖ പദവി അതാത് രാജാക്കന്മാർക്ക് ബോധ്യമാക്കി കൊടുക്കാൻ ദൗത്യ സംഘങ്ങളെ നിയോഗിച്ചു. അന്ന് തൊട്ട് അവർ കേരളക്കരയിൽ തങ്ങളുടെ മികച്ച സ്വാധീന ശക്തി സുപ്രതിഷ്ഠിതമാക്കുന്നതിന് ചെറുകിട രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്ന സ്വോദ്ദേശമായ നയം പിന്തുടർന്നു. അവർ എല്ലാ രീതിയിലുമുള്ള ഉപജാപങ്ങൾ സംഘടിപ്പിക്കുകയും നാടുവാഴികളെ ഭിന്നിപ്പിക്കുകയും ചെയ്തു. തദ്ദേശീയ രാജാക്കന്മാരുടെ പരസ്പര മത്സരങ്ങൾ ഓരോ രാജാവിനെയും ഡച്ചുകാരുടെ സഹായം തേടാൻ പ്രേരിപ്പിക്കുമെന്നും ഇതുപയോഗപ്പെടുത്തി കേരളത്തിലെ രാഷ്ട്രീയ ശക്തിയെ സമതുലിതമാക്കി നിർത്താമെന്നും അങ്ങനെ കേരളത്തിൽ തങ്ങൾ ചിരകാലമായി പ്രതീക്ഷിച്ചിരുന്ന അധീശത്വം സ്ഥാപിക്കാമെന്നും അവർ ആശിച്ചു. ഡച്ചുകാർ ബോധപൂർവം നടപ്പാക്കിക്കൊണ്ടിരുന്ന പരിപാടിയെ അവരുടെ കണക്കുകൂട്ടലിൽ പെടാതിരുന്ന അദൃഷ്ടപൂർവമായ ചില സാഹചര്യങ്ങൾ കടന്നുവന്ന് പിന്നോക്കം പായിച്ചില്ലായിരുന്നെങ്കിൽ അവർ മുന്നോട്ടു പോവുകയും കേരളത്തിൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു.